ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മൈ ചാനൽ എന്ന് പറയുന്നുണ്ടെങ്കിലും ഡ്രീം കളക്ഷൻസാണ് രണ്ടും നമ്മുടെ ചാനൽ തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്ന് 10ാമത്തെ ദിവസമാണ് കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചതല്ല 10 ദിവസം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നാലും എങ്ങനെയൊക്കെയോ നടന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത് റെഡിമെയ്ഡ് വരുന്ന സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൽ കാണിക്കുന്നത്. മറ്റേതൊക്കെ നമ്മൾ എന്താ പറയുക, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യണതാണ്. സാധാരണ നമ്മൾ കാണുന്ന പാലയ്ക്ക, നാഗപടം ഒക്കെ, അതായത് ഒരു വശത്ത് ഇത്ര കട്ട, ഇന്ന ഇവിടെ ഇത്ര 2 അവിടെ 4 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്നത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതൊക്കെ റെഡിമെയ്ഡ് വരുന്നത് മാത്രമാണുള്ളത്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരും ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. അതായത് ഇത്ര കട്ട, ഇത്ര ഇറക്കം അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മളുടെ ഇപ്പോൾ ഉള്ളതിലേക്ക് കിടക്കാം. ഇതൊക്കെ ഏറ്റവും ചെറിയ സംഭവങ്ങളാണ്. ഫസ്റ്റ് കാണിച്ചതൊക്കെ ചെറിയ കുട്ടികൾക്ക്, അതായത് ഒരു 3-4 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾക്കും ഇതുപോലെ പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളതല്ലേ. കുഞ്ഞു കുട്ടികൾ വരെ അങ്ങനെ ഇടിയിച്ച് കൊണ്ട് നടക്കണ ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല തരം ഇതാണ്. 2 ലെയറാണ് അതിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് വിശദമായിട്ട് കാണാം. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഫോട്ടോസ് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ട് പിന്നെ വീഡിയോ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നല്ല മയിലിൻ്റെ ഡിസൈനുള്ളതാണ്. ഇത് നമ്മുടെ എന്താ പറയുക, പാലക്കയുടെ പുതിയൊരു പാറ്റേൺ ആണ്. പുതിയതെന്ന് പറഞ്ഞാൽ ശരിക്കും 1 വർഷമായിട്ടോ. ഈ ഒരു പാറ്റേൺ വന്നിട്ട് 1 വർഷമായി. പിന്നെ ഇതൊക്കെ അതുപോലെയൊക്കെ തന്നെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സാധാരണ കാണുന്നതിൽ വിട്ടുള്ള ഡിസൈൻസ് മാത്രമാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ അറിയാണ്ട് ഒരെണ്ണം വന്ന് പെട്ടിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ നമ്മളുടെ കയ്യിൽ റെഡിമെയ്ഡ് ഉള്ളതാണ്. ഇതുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കൂട്ടാനോ കുറയ്ക്കാനോ ഒന്നും പറ്റില്ല. അത് ഉള്ള ഐറ്റം വേറെയാണ്. അപ്പോൾ അതാണ് ഞാൻ തിരിച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ റെഡിമെയ്ഡ് വരുന്ന സംഭവങ്ങൾ ഒക്കെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റ്സ് ആണ്. ഇത് ഒരു ലോങ് ചെയിനാണ്. അതായത് ഇതൊന്നും ഇങ്ങനെ ചെറുത് ഉപയോഗിക്കാണ്ട് വലിയത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണിത്. അപ്പോൾ നമ്മുടെ പട്ടുസാരിയുടെ മുകളിലായാലും ഇപ്പോൾ കല്യാണങ്ങൾക്ക് ഇടയിൽ ഫില്ല് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ മാലകളാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഒറ്റ ലോക്കറ്റുകളാണ്. ഇത് ഫുള്ള് ലക്ഷ്മിയാണ്. ഇത് ശരിക്ക് പുതിയ പാറ്റേൺ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ലക്ഷ്മിയുടെ. അത് ഏത് കാലത്തും ഉള്ളതാണ്. ഇത് രണ്ടും നല്ല ഭയങ്കര വെയിറ്റുള്ള മറ്റേന്താ പറയുക ലോക്കറ്റാണ്. പെട്ടെന്ന് കണ്ട ഒന്നാണെങ്കിലും രണ്ടും 2 പാറ്റേണാണ്. അതും നിങ്ങൾക്ക് വീഡിയോയിൽ ശരിക്കും മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ വെറുതെ ഉർവശീമ വന്നിട്ടുള്ള ലോക്കറ്റ്. അപ്പോൾ ഇതൊന്നും നമ്മൾ സെപ്പറേറ്റ് ലോക്കറ്റ് എടുക്കാൻ പറ്റുന്ന മാലകളല്ല കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം ചിലർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മാറ്റിയിടാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയതല്ല ഇത്. അപ്പോൾ ഇത് ഒരു നെക്ലസ്സാണ്, ഹെവി നെക്ലസ്സാണ്. ഈ കല്യാണ പാർട്ടികൾക്ക് തന്നെ ഇടാവുന്നത്. അല്ലെങ്കിൽ കല്യാണത്തിന് വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു പട്ടുസാരി കൊടുത്തിട്ട് നമുക്ക് പുറത്ത് പോകുമ്പോൾ ഉപയോഗിക്കണമെങ്കിലും അത് ചെയ്യാം. ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് പറയുമ്പോൾ ഫംഗ്ഷന് മാത്രമല്ലല്ലോ, നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് നാഗപടമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്ക് വരെ ഇടാൻ പറ്റുന്ന ഐറ്റമാണ്. അത് കഴിഞ്ഞ് ഇത് മാങ്ങയുടെ പച്ചയുണ്ട്, ബ്ലൂ ഉണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞ സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും വിഷുവിൻ്റെ കളക്ഷൻസ് നേരത്തോടെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടമാനം സോൾഡ് ഔട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു ഓർഡറിൽ എടുത്ത് വരുന്നത് കൊണ്ട് കുറേ ലേറ്റായിട്ടാണ് ഇതിലേക്ക് എത്തിയതെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ടാണ് കളക്ഷൻസ് വളരെ കുറവാണ്. എന്നാലും ഉള്ളത് വെച്ച് ഞാൻ നിങ്ങളെ കാണിക്കണമെന്നുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റോക്കുള്ളത്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, മറ്റേ ട്രഡീഷണൽ ഐറ്റം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെയ്യും. ഇതൊന്നും ലോക്കറ്റ് സെപ്പറേറ്റ് അല്ല കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ ലോക്കറ്റുകൾ സെപ്പറേറ്റ് ഉണ്ട്. കമ്മൽ, മോതിരം, പിന്നെ എന്തിട്ടാ പറയുക, വള, അതൊക്കെ വേറെ ഉണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് ഇന്നലെ കുറേ വിഷുവിൻ്റെ കളക്ഷൻസ് പാക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്ത നിലയ്ക്ക് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഇനി ശരിക്കും മോതിരം, കമ്മൽ, വളകൾ ഒരു 3-4 പാറ്റേൺ ഉണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാനത് ഒന്നിച്ച് ഞാൻ വേറൊരു അവസരത്തിൽ കാണിക്കാം കേട്ടോ. എന്തായാലും വിഷുവിന് നിങ്ങളുടെ കയ്യിൽ ഇത് എത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്നിപ്പോൾ 10-ാം തീയതി, ഇന്ന് പോസ്റ്റ് ഓഫീസ് അവധിയാണ്. പിന്നെ 11-ാം തീയതി അയച്ചാൽ 12-ാം തീയതി കിട്ടുന്നവരുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. കാരണം ഇന്നത്തെ ഒരു അവധി ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അവധിയാണ്, പോസ്റ്റ് ഓഫീസിൻ്റെ അവധി. ഞാൻ തന്നെ ഇതേ കുറച്ച് നേരത്തെയാണ് അറിഞ്ഞത് ഇന്ന് അവധിയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. എന്നാലും നിങ്ങൾ ഓർഡർ ചെയ്താൽ എനിക്ക് തോന്നുന്നു
നാളെ ഇപ്പോൾ വ്യാഴമല്ലേ ആയിട്ടുള്ളൂ, വ്യാഴവും വെള്ളിയും ആയിക്കഴിഞ്ഞാൽ കിട്ടും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെ നല്ല പാറ്റേണുകളാണ് കേട്ടോ. ആ മയിലിൻ്റെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് എന്ന് വെച്ചാൽ മറ്റേ ട്രഡീഷണൽ മാലകളുടെ അത്ര വിലയില്ല, കുറച്ച് കുറഞ്ഞ വിലകളുള്ളതാണ്. കാരണം പാലക്കയുടെ എണ്ണം വളരെ കുറവാണ്. പാലക്ക സ്വതവേ പാലക്ക നാഗപടം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് വില സാധാരണ വിട്ട് വില കൂടുതലാണ്. പിന്നെ റൂബി സ്റ്റോൺസ് വരുന്നതാണെങ്കിൽ അതുപോലെ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നല്ല മാലകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിലിഷ്ടമായതുണ്ടെങ്കിൽ നമ്മളിതേ നമ്പർ കൊടുത്തിട്ടില്ലേ, ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക. വീണ്ടും ഞാൻ പറയുന്നു, ആരും അതിലേക്ക് വിളിക്കരുത്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ മനഃപൂർവ്വമാണ്. അല്ല, നമ്മളത് സൈലൻറ്റ് മോഡിലാണ് ആ ഫോൺ ഇട്ടിട്ടുള്ളത്. കാരണം നിങ്ങൾക്കറിയാലോ, കുറേ കോണ്ടാക്ട്സ് ഉള്ളതാണ്. ഓരോരുത്തരും വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾക്ക് എന്താണെന്നുള്ളത് ഓർമ്മ നിൽക്കില്ല. തിരിച്ച് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ചാറ്റ് അവിടെ എടുക്കും. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നിങ്ങളോട് മറുപടി പറയുകയും കാണിച്ചു തരികയൊക്കെ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും മെസ്സേജ് മാത്രം അയക്കാൻ നോക്കുക കേട്ടോ. അതുപോലെ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക. നല്ലതായാലും പൊട്ടയായാലും എനിക്ക് കമൻറ്റ്സ് കേൾക്കാനായിട്ട് വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നല്ലതായാലും പൊട്ടയായാലും എന്ന് പറഞ്ഞാലും എന്താ പറയുക, ഒരു നീതിയിലുള്ള മറുപടി ആയിക്കോളൂ കേട്ടോ. ചിലവരിങ്ങനെ കണ്ണടച്ച് പറയുന്ന കുറേ കുട്ടികളുണ്ട്. അങ്ങനത്തെ ഒരു കമൻ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ ചോദിക്കുക. പിന്നെ നിങ്ങൾ എത്ര എണ്ണത്തിൻ്റെ വില ചോദിച്ചാലും നമ്മൾ പറഞ്ഞു തരും. പിന്നെ കുറേ പേര് എന്നോട് പറയും നമുക്ക് ഇതിൻ്റെ വില പറഞ്ഞു തരാൻ പറയും. അത് നമ്മൾ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് റീസെല്ലിങ്ങിന് കൊണ്ടുപോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ